ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഫിഷ് മസാലയുടെ വീഡിയോ ആയിട്ടാണ്. അപ്പോൾ ഇതിങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കാം. ഞാനിതിനു വേണ്ടി 600 ഗ്രാം സ്രാവ് കട്ട് ചെയ്തതിന് ശേഷം നല്ലപോലെ കഴുകി വൃത്തിയാക്കി എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സ്രാവിന് പകരമായിട്ട് ഏത് മീനായാലും കുഴപ്പമില്ല. പിന്നെ 1 കപ്പ് ചെറിയുള്ളി അരിഞ്ഞത്, ഒരു വലിയ തക്കാളി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ ഒരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി 1/4 കപ്പ് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുള്ളതാണിത്. പിന്നെ 3/4 ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചത്, 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചത്, 5 പച്ചമുളക്, കുറച്ച് കറിവേപ്പിലയും കൂടി എടുത്തിട്ടുണ്ട്. ഇനി കറി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കണ്ടു നോക്കാം. ഒരു മൺചട്ടി അടുപ്പത്ത് വെച്ച് ചൂടാവുമ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നല്ലപോലെ ചൂടായി വരുന്ന സമയത്തിലേക്ക് ചെറിയുള്ളി അരിഞ്ഞതും ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഉള്ളിയൊക്കെ ഇപ്പോൾ ചെറുതായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന പൊടികൾ കൂടി ചേർത്ത് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. പൊടികളൊക്കെ ഇപ്പോൾ നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളി കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങളും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ സ്രാവായതുകൊണ്ട് നമ്മൾ ഇളക്കി കൊടുക്കുന്ന സമയത്ത് മീൻ കഷ്ണങ്ങൾ പൊടിഞ്ഞു പോവുകയൊന്നുമില്ല. ഇതിന് പകരം വേറെ ഏതെങ്കിലും മീനാണ് ഉപയോഗിക്കുന്നതെങ്കിൽ കഷ്ണങ്ങളൊന്നും പൊടിഞ്ഞു പോവാതെ സൂക്ഷിച്ചിട്ട് വേണം ഇളക്കി കൊടുക്കാൻ. ഇനി ഇതിലേക്ക് പുളിവെള്ളവും പിന്നെ പച്ചമുളക് അരിഞ്ഞതും കൂടി ചേർത്ത് മെല്ലെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചതിന് ശേഷം അടച്ചു വെച്ച് ഒരു മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്യാം. പിന്നെ ഇത് ഇടയ്ക്കൊന്ന് തുറന്ന് ചട്ടി നല്ലപോലെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കണം. കാരണം ഇതിൽ വെള്ളം കുറച്ച് ഒഴിച്ചിട്ടാണ് വേവിക്കുന്നത്. അപ്പോൾ അടിക്ക് പിടിക്കാനുള്ള സാധ്യത കൂടുതലാണ്. ഇപ്പോൾ ഒരു 8 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഒന്ന് തുറന്ന് നോക്കാം. കറി ഇപ്പോൾ ചെറുതായിട്ട് തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ ചട്ടി നന്നായിട്ടൊന്ന് ചുറ്റിച്ചു കൊടുത്തതിന് ശേഷം വീണ്ടും അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. ഇപ്പോൾ ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. കറി നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയം ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും പിന്നെ ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി മെല്ലെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചതിന് ശേഷം തുറന്ന് വെച്ചതിൽ ഗ്രേവി കുറച്ചൊന്ന് വറ്റിച്ചെടുക്കാം. പിന്നെ കുരുമുളക് പൊടിയൊന്നും ചേർത്ത് കൊടുക്കണമെന്നൊരു നിർബന്ധവും ഇല്ല. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാവും. അതുപോലെ തന്നെ മുളക് പൊടിയും കുരുമുളക് പൊടിയൊക്കെ ചേർക്കുന്ന സമയത്ത് നിങ്ങളുടെ എരിവ് നോക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. കറിയിലെ ഗ്രേവിയൊക്കെ ഇപ്പോൾ നല്ലപോലെ വറ്റി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയം വേണമെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഇനി ഇത് അടുപ്പത്ത് നിന്ന് മാറ്റി വെക്കാം. പിന്നെ ഈ ചട്ടിയുടെ ചൂട് കൊണ്ട് തന്നെ ഇത് കുറച്ചുകൂടി കുറുകി വരും. ഇപ്പോൾ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫിഷ് മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ചോറിൻ്റെയും ചപ്പാത്തിയുടെയും പൊറോട്ടയുടെയും ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കറിയാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഇത് വീട്ടിൽ ഉണ്ടാക്കി നോക്കണം, അഭിപ്രായം പറയണം. എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം.